ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരു വ്യക്തി നല്ലത് ചെയ്യുകയാണെങ്കിൽ അവൻ അത് വീണ്ടും വീണ്ടും ചെയ്യട്ടെ. അവൻ അതിൽ ആനന്ദം കണ്ടെത്തട്ടെ, കാരണം നന്മയുടെ ശേഖരണം ആനന്ദകരമാണ്. ബുദ്ധൻ. നന്മ ചെയ്യുന്നതിന്റെ സന്തോഷം നല്ലത് ചെയ്യുന്നതിന്റെ ഫലമായി ലഭിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് ഊന്നൽ നൽകുന്നു. സ്വയം സംതൃപ്തനാകാനും ജീവിതത്തിന് അർത്ഥം കണ്ടെത്താനുമുള്ള മാർഗമാണ് നന്മ ചെയ്യൽ എന്ന് ഓർമ്മിപ്പിക്കുന്നു. നന്മയുടെ ശക്തി, നന്മയുടെ സംഭരണം സന്തോഷപ്രദമാണ് എന്ന വാചകം നന്മയുടെ ശക്തിയെക്കുറിച്ച് സംസാരിക്കുന്നു. നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ചുറ്റുപാടും പോസിറ്റീവ് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അത് നമുക്കും മറ്റുള്ളവർക്കും സന്തോഷം നൽകുന്നു. പുണ്യത്തിന്റെ പാത നല്ലത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു മന്ത്രം പോലെ ഈ വാചകം പ്രവർത്തിക്കുന്നു. വീണ്ടും വീണ്ടും നല്ലത് ചെയ്യാനും പുണ്യത്തിന്റെ പാതയിൽ നടക്കാനും പ്രചോദനം നൽകുന്നു. കൂടാതെ ഈ വാചകത്തെ മലയാളത്തിലെ ചില പഴമൊഴികളുമായി ബന്ധപ്പെടുത്താവുന്നതാണ്. നന്മ ചെയ്താൽ നന്മ തിരിച്ചു കിട്ടും. ഒരു നന്മ ചെയ്യുന്നത് 10,000 പാപങ്ങളെ ഇല്ലാതാക്കും. സഹജീവികളോട് കാരുണ്യം കാണിക്കുന്നവർ ദൈവത്തോട് കാരുണ്യം കാണിക്കപ്പെടും. ഇത്തരം ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നല്ലത് ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള പ്രചോദനം നൽകുന്നു. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ കല്യാണി എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ദരിദ്രമായിരുന്നു കുടുംബം, പക്ഷേ നന്മയുടെ കരുണയുടെ നിറകുടമായിരുന്നു അവരുടെ ഹൃദയം. കുട്ടിക്കാലം മുതൽ അയൽപക്കത്തെ മുത്തശ്ശിക്കായി പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരികയും വഴിയിൽ കാണുന്ന വൃദ്ധരെ സഹായിക്കുകയും ചെയ്തിരുന്നു. അവൾ ചെയ്ത ഓരോ നന്മയും മനസ്സിൽ സന്തോഷത്തിന്റെ ചെറിയ പൂക്കൾ വിടർത്തി. ഒരു ദിവസം ഗ്രാമത്തിലെ പുഴ നിറഞ്ഞു കവിഞ്ഞു. വീടുകൾ വെള്ളത്തിനടിയിലായി, ആളുകൾ നിരാശയിലായി. കല്യാണി വീട്ടിലിരുന്നിട്ട് കൈകൂപ്പി ദൈവത്തോട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അവളുടെ മനസ്സിൽ ഒരു ആശയം മിന്നിമറഞ്ഞു. വീട്ടിലുള്ള പഴയ ബോട്ട് എടുത്ത് സഹായത്തിനായി ആളുകളുടെ അടുത്തേക്ക് പോയി. വെള്ളം കയറിയ വീടുകളിലേക്ക് ചെന്ന് കുട്ടികളെയും മുതിർന്നവരെയും രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. ദിവസം മുഴുവൻ ക്ഷീണമറിയാതെ അവൾ ആളുകളെ സഹായിച്ചുകൊണ്ടിരുന്നു. ഓരോ രക്ഷപ്പെടലും അവൾക്ക് സന്തോഷം നൽകി. പിന്നീട് മഴ നിന്നു, ജീവിതം പതിയെ പോലെ തിരിച്ചുവന്നു. കല്യാണിയുടെ ധീരതയും കരുണയും എല്ലാവരും പുകഴ്ത്തി. ആ ദിവസം മുതൽ അവൾ ഗ്രാമത്തിന്റെ നന്മയുടെ പ്രതീകമായി. ദരിദ്രർക്ക് ഭക്ഷണം നൽകി, രോഗികളെ പരിചരിച്ചു, കുട്ടികളെ പഠിപ്പിച്ചു. അവളുടെ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരെ നന്മ ചെയ്യാൻ പ്രചോദിപ്പിച്ചു. കല്യാണിയുടെ കഥ നമുക്ക് പറയുന്നത് നന്മയുടെ ശക്തിയെക്കുറിച്ചാണ്. നല്ലത് ചെയ്യുന്നത് നമുക്കും മറ്റുള്ളവർക്കും സന്തോഷം നൽകുന്നു. ഓരോ നന്മയും നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നു. നന്മയുടെ സംഭരണം സന്തോഷപ്രദമാണ് എന്ന വാചകം ഇതിനെ ഓർമ്മിപ്പിക്കുന്നു. നന്മയുടെ പാത പിന്തുടരുക, സഹജീവികളെ സഹായിക്കുക, കാരണം അതിൽ നിന്നുള്ള സന്തോഷം വിലമതിക്കാനാവാത്തതാണ്. കേരളത്തിലെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തിയ കഥ. കല്യാണിയുടെ ധീരതയും കരുണയും ഊന്നൽ നൽകി. നന്മയുടെ പരമ്പരയെ കാണിക്കുന്ന രീതി. ലളിതമായ ഭാഷയും വൈകാരികതയും. മോട്ടിവേഷൻ. നന്മ ചെയ്യുന്നതിന്റെ സന്തോഷം മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കാനുള്ള പ്രചോദനം നൽകുന്നു. നന്മയുടെ പതന്റെ പ്രവൃത്തികളിലൂടെ ഗ്രാമത്തിന് പ്രചോദനം നൽകിയ കല്യാണിയുടെ കഥ അവിടെ അവസാനിക്കുന്നില്ല. വർഷങ്ങൾ കടന്നുപോയി, അവൾ ഒരു യുവതിയായി. ഗ്രാമത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ചില കുട്ടികൾ പഠിക്കാൻ മടിയായിരുന്നു. അവരെ പ്രചോദിപ്പിക്കാൻ കല്യാണി ഒരു പുതിയ വഴി കണ്ടെത്തി. ഒരു ദിവസം അവൾ പുഴയുടെ കരയിൽ ഇരുന്ന് കല്ലുകളിലൂടെ ചിത്രം വരയ്ക്കുന്ന ഒരു കുട്ടിയെ കണ്ടു. കുട്ടിയുടെ നൈപുണ്യം കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. "നീ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ടല്ലോ," കല്യാണി പറഞ്ഞു. "പക്ഷേ പാഠശാലയിൽ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത്?" കുട്ടി മുഖം താഴ്ത്തി, "പഠനം ബുദ്ധിമുട്ടാണ്" എന്ന് മന്ത്രിച്ചു. കല്യാണി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "പഠിക്കുന്നത് രസകരമാണെന്ന് ഞാൻ നിന്നോട് തെളിയിക്കാം." പിന്നീട് അവൾ കുട്ടിയോട് ചെടി, പൂക്കൾ, കിളികൾ എന്നിവയെ നിരീക്ഷിക്കാൻ പറഞ്ഞു. പിന്നീട് പുഴയിലെ വെള്ളത്തിൽ മുട്ടി കല്ലുകളിൽ ചിത്രം വരയ്ക്കാൻ സഹായിച്ചു. ചിത്രം പൂർത്തിയായപ്പോൾ കുട്ടിയുടെ കണ്ണുകൾ സന്തോഷത്തോടെ തിളങ്ങി. അന്നു മുതൽ കല്യാണി കുട്ടികളെ വ്യത്യസ്ത രീതികളിലൂടെ പഠിപ്പിക്കാൻ തുടങ്ങി. കടലിനെക്കുറിച്ചുള്ള പാഠത്തിന് കടൽത്തീരത്തേക്ക് കൊണ്ടുപോയി. പൂക്കളെക്കുറിച്ചുള്ള പാഠത്തിന് മുറ്റത്ത് പൂന്തോട്ടം ഉണ്ടാക്കി. കുട്ടികൾ പഠനം ആസ്വദിക്കാൻ തുടങ്ങി, അവരുടെ അറിവും കഴിവുകളും വളർന്നു. കല്യാണിയുടെ കഥ നമുക്ക് പറയുന്നത് നന്മയുടെ പരിണാമങ്ങളെക്കുറിച്ചാണ്. ഒരു നന്മ മറ്റൊരു നന്മയിലേക്ക് നയിക്കുന്നു.
നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടും സന്തോഷം പകരുന്നു. കല്യാണിയെപ്പോലെ നമ്മൾ ചെറിയ നന്മകൾ ചെയ്യുമ്പോൾ അത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. തുടർന്നും പ്രചോദനം നൽകുന്ന രീതി. കല്യാണിയുടെ പുതിയ പഠനരീതികൾ മറ്റ് അധ്യാപകരെ പ്രചോദിപ്പിച്ചു. ഗ്രാമത്തിൽ സാക്ഷരത വർദ്ധിച്ചു, കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നേടി. കല്യാണിയുടെ ജീവിതം മറ്റുള്ളവരെ സഹായിക്കാനും നന്മ പകരാനുമുള്ള പ്രചോദനമായി. നന്മയുടെ പരിണാമങ്ങൾ കാണിക്കുന്ന രീതി. കല്യാണിയുടെ പഠനരീതികളുടെ പ്രത്യേകത. നന്മവർഷങ്ങൾ കടന്നുപോയപ്പോൾ കല്യാണിയുടെ പ്രശസ്തി കേരളത്തിലുടനീളം പടർന്നു. നന്മയുടെ പ്രതിമയായ അവൾ വിവിധ സംഘടനകളിലും സ്കൂളുകളിലും പ്രചോദനാത്മകമായ പ്രഭാഷണങ്ങൾ നടത്തി. ഒരു ദിവസം സർക്കാർ പാരിസ്ഥിതി സംരക്ഷണ പദ്ധതിയിൽ പങ്കെടുക്കാൻ അവളെ ക്ഷണിച്ചു. വനനശീകരണം കുറയ്ക്കാനും നദികൾ സംരക്ഷിക്കാനുമായിരുന്നു പദ്ധതി. കല്യാണി ഉത്സാഹത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവത്കരണ പരിപാടികൾ നടത്തി. മരങ്ങൾ നട്ടുപിടിപ്പിച്ചു, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു, വൃത്തിയാക്കൽ യജ്ഞങ്ങൾ നടത്തി. കുട്ടികളെയും യുവാക്കളെയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിച്ചു. കല്യാണിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി കേരളത്തിലെ പല പ്രദേശങ്ങളും പച്ചപുതപ്പിച്ചു. നദികൾ വൃത്തിയായി, വന്യജീവികൾക്ക് സംരക്ഷണം ലഭിച്ചു. കല്യാണിയുടെ കഠിനാധ്വാനം രാജ്യത്തുടനീളം അംഗീകരിക്കപ്പെട്ടു. അവൾ പരിസ്ഥിതി രക്ഷകയായി അറിയപ്പെട്ടു. കല്യാണിയുടെ കഥ നമുക്ക് പറയുന്നത് നന്മയുടെ വിശാലതയെക്കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ ചെറിയ പ്രവൃത്തികൾക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നന്മയുടെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അതിരുകളില്ല, പ്രായപരിധികളില്ല. എല്ലാവരും ചെറിയ നന്മകൾ ചെയ്യുകയാണെങ്കിൽ ലോകത്തെ മികച്ച സ്ഥലമാക്കി മാറ്റാൻ കഴിയും. യുണിക് പോയിന്റ്സ്. കല്യാണിയുടെ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിയിലുണ്ടാക്കിയ മാറ്റം. നന്മയുടെ വിശാലതയെ കാണിക്കുന്ന രീതി. എല്ലാവരും നന്മ ചെയ്യാൻ പ്രചോദനം നൽകുന്ന കഥാവസാനം. മലയാള സവിശേഷതകൾ. ലളിതവും ഭാവാത്മകവുമായ ഭാഷ. കേരള സംസ്കാരത്തെയും പരിസ്ഥിതിയെയും കുറിച്ചുള്ള പരാമർശങ്ങൾ. പ്രചോദനം നൽകുന്നതും പ്രതീക്ഷ നൽകുന്നതുമായ കഥാവസാനം. ഇങ്ങനെയാണ് കല്യാണിയുടെ കഥ മലയാളത്തിൽ തുടർന്നു പോകുന്നത്. നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാൻ ഇത് നമുക്ക് പ്രചോദനം നൽകുന്നു. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.